എനിക്കറിയാം നിങ്ങൾ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ഭാവനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കുഞ്ഞുങ്ങളുടെ പ്രൈവസി കീപ്പ് ചെയ്യുന്നവർ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഗുഡ് മൊമെന്റ്സ് ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ കാണും. കാരണം ഭയങ്കര ക്യൂട്ടാണ്. കാരണം അല്ലെങ്കിൽ ഒരു അമ്മയുടെ നിലയിൽ ഞാനൊരു ബിഗ് സീറോ ആയി പോകും. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയി എന്നെനിക്കറിയില്ല. ഞാൻ ഐറിഷ് സിറ്റിസൺ ആണ്. സോ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ അവരെ പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം നമുക്ക് ചുമ്മാ കയറി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്നും അവരെ കൊണ്ട് പോസ്റ്റ് ചെയ്യാനൊന്നും പാടില്ല. അവരുടെ കൺസെൻറ്റോട് കൂടെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എത്രത്തോളം പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പിന്നെയും ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് നമുക്ക് അറിയാമല്ലോ. നിങ്ങൾക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? സോ ആസ് എ പാരന്റ് ഞങ്ങൾ എടുത്തൊരു ഡിസിഷനാണ്. ഹലോ ഗൈസ്, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വാവയുടെ ഫേസ് റിവീൽ ചെയ്യാത്തത് എന്നതിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി വാവയുടെ ഫേസ് റിവീൽ ചെയ്യാത്തതിന് റീസൺ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഫേസ് റിവീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞാവന്മാരുടെ കാര്യങ്ങൾ എടുത്ത് വീഡിയോസ് ചെയ്യാറുണ്ട്. ഉറപ്പായിട്ടും അത് കാണിച്ചു കഴിഞ്ഞാൽ റീച്ച് കൂടും, ഫോളോവേഴ്സ് കൂടും. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഫേസ് റിവീൽ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രൈവസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇപ്പോൾ ഭാവിയിൽ അവൻ വലുതായിട്ട്, എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി വീഡിയോസിലൊന്നും വരാത്ത ഒരാളാണ്, പ്രൈവറ്റ് പേഴ്സൺ ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ പോലും സ്വന്തം ഫോട്ടോ ആരുടെയും കൂടെ എടുത്ത് കാണാത്ത ഒരാളാണ്. വേണമെങ്കിൽ ആ ഒരു ബൈക്കിൻ്റെ ഫോട്ടോ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കൊരു പ്രൈവസി ഉണ്ട്. ആൾ പേഴ്സണൽ ലൈഫ് ഒട്ടും പ്രൈവസി കളയാതെ സൂക്ഷിക്കുന്ന ഒരാളാണ്. അതൊരു പ്രൈവസി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പബ്ലിക് പ്ലാറ്റ്ഫോംസിലൊന്നും വരാണ്ട് ആളുടേതായ ലോകത്ത് ഭയങ്കര കംഫർട്ട്സും കണ്ടെത്തുന്ന ഒരാളാണ്. സോ എൻ്റെ കുഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ആൺകുട്ടിയാണ്. ഇനി ഭാവിയിൽ ഇപ്പം ഞാനിവൻ്റെ ഫേസൊക്കെ റിവീൽ ചെയ്ത്, എനിക്ക് റിവീൽ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഭാവിയിൽ അവനിങ്ങനെ കണ്ടിട്ട് അവൻ എന്നോട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാണ് എൻ്റെ ഫേസ് കാണിക്കാൻ വേണ്ടിയിട്ട് പോയത്? ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയാസിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്, എനിക്കതൊന്നും ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ അതിനൊരു ഉത്തരം ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു അമ്മയെന്ന നിലയിൽ ഞാനൊരു ബിഗ് ഫെയിലിയർ ആയി പോകും. സോ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അവൻ്റെ പ്രൈവസി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം കുഞ്ഞുമാവന്മാരുടെ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടും, ഫോളോവേഴ്സ് കൗണ്ട് കൂടുന്നതൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങനെ ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ കൂടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം കുഞ്ഞിൻ്റെ പ്രൈവസി ഞാൻ അത്യധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അവനൊരു മെച്യൂരിറ്റി ആവുമ്പോൾ അവന് എൻ്റെ കൂടെ വരണം, വീഡിയോസിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ വന്നോട്ടെ, ഉറപ്പായിട്ടും നമ്മൾ വീഡിയോസിൽ കൊണ്ടുവരും. പക്ഷെ അതല്ല, അവന് ഭാവിയിൽ അങ്ങനെ ഒരു താല്പര്യം ഇല്ല, അവന് ടേസ്റ്റ് വേറെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിച്ചരിച്ച് കൊണ്ടുവന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ അവനെ അത്യധികമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. അവൻ കുഞ്ഞാണ്, അവനൊരു 7 മാസം പ്രായം ആവുന്നതേ ഉള്ളൂ. സോ സംസാരിക്കാൻ പോലും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ ഫേസ് റിവീൽ ചെയ്യാനും അതുപോലെ തന്നെ അവനെ കൊണ്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് റീച്ച് കൂട്ടാനൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ നമുക്കറിയാം വലിയ വലിയ സെലിബ്രിറ്റീസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ അവരുടെ മക്കളെയൊന്നും കാണിക്കാറില്ല. അത് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫേസ് റിവീൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ എൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ഭാവനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത ഡിസിഷനല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത ഡിസിഷനാണ്. ഒരുപക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ഹസ്ബൻഡ് ഒരിക്കലും ചെയ്യണ്ട എന്ന് പറയത്തൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, അവന് അവൻ്റെതായുള്ള റൈറ്റ്സ് ഉണ്ട്, അത് നമ്മൾ മാനിക്കണം. ആസ് എ പാരന്റ് ഞാൻ അവന് വേണ്ടി ചെയ്യുന്ന ഒരു ബിഗ് ഫേവറാണെന്ന് എനിക്ക് പറയാം. കാരണം എനിക്കറിയാം അത് ചെയ്യുന്നവർ വളരെ കുറച്ച് പേരായിരിക്കും. കുഞ്ഞുങ്ങളുടെ പ്രൈവസി കീപ്പ് ചെയ്യുന്നവർ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഗുഡ് മൊമെന്റ്സ് ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ കാണും. കാരണം ഭയങ്കര ക്യൂട്ടാണ്. പക്ഷേ അങ്ങനെ കാണിക്കാൻ ഞങ്ങൾ രണ്ടുപേരും താല്പര്യപ്പെടുന്നില്ല. ഒരു സമയമാകുമ്പോൾ, ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോസ് എന്തായാലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ വന്നോട്ടെ, നമുക്ക് ഡെഫിനറ്റ്ലി അവന് വീഡിയോസിൽ ഉൾപ്പെടുത്താം. അതല്ല, അവന് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവനെ ഇതിൽ കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അല്ലെങ്കിൽ ഒരു അമ്മയെന്ന നിലയിൽ ഞാനൊരു ബിഗ് സീറോ ആയി പോകും. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയി എന്നെനിക്കറിയില്ല. നിങ്ങൾ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല,
അവൻ ജനിച്ചത് ഇവിടെയാണ്. അപ്പം ഞങ്ങള് ഇന്ത്യൻ പാരൻസ് ആണെങ്കിൽ പോലും അവൻ ഐറിഷ് സിറ്റിസൺഷിപ്പ് ഉള്ള കുട്ടിയാണ്. കാരണം ഞാൻ വന്നിട്ട് ഇവിടെ 4 വർഷം കഴിഞ്ഞു. ഈ ഒരു മെയ് കഴിയുമ്പോൾ 5 വർഷം കഴിയും. സോ അവന് സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. ഐറിഷ് സിറ്റിസൺ ആണ്. സോ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ അവരെ പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം നമുക്ക് ചുമ്മാ കയറി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്നും അവരെ കൊണ്ട് പോസ്റ്റ് ചെയ്യാനൊന്നും പാടില്ല. അവർക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ട്. സോ അവരുടെ കൺസെന്റോട് കൂടെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എത്രത്തോളം പേർക്ക് അറിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതൊക്കെ നോക്കുന്ന ഒരാളാണ്. കുട്ടികളുടെ റൈറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് ഒന്നും കുഴപ്പമില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാരന്റാണ്. നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾക്കെതിരെ വരുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്കെതിരെ. പിന്നെ AI അങ്ങനെ ഒരുപാട് ടൂൾസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്നും എൻ്റെ കുഞ്ഞിനെ ബാധിക്കരുത് എന്നെനിക്കുള്ളത് കൊണ്ട് നിലവിൽ ഞാൻ ഫേസ് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എന്നോടൊന്നും വിചാരിക്കരുത്. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ കാണിച്ചു തരണമെന്ന്. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ എനിക്ക് അവനെ പോസ്റ്റ് ചെയ്ത് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി നിങ്ങൾക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഉറപ്പായിട്ടും കാണിച്ചു തരാം. അത്ര എനിക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്നോടൊന്നും തോന്നരുത്. എല്ലാവരും എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു കുഞ്ഞു കാര്യം പറയാനാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ഇത് പറയാനുള്ള റീസൺ, കുറേ പേര് കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പിന്നെയും ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് നമുക്ക് അറിയാമല്ലോ, നിങ്ങൾക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ആസ് എ പാരന്റ് ഞങ്ങൾ എടുത്തൊരു ഡിസിഷനാണ്. നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. അവന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അവന് വീഡിയോസിലൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കുറേ വീഡിയോസ് ചെയ്യാം. ഞാൻ ഒത്തിരിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയില്ല, ഇനി അവൻ്റെ ടേസ്റ്റ് ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല വീഡിയോസിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ ഭാവിയിൽ വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എന്താണെങ്കിലും അതെടുക്കാൻ ഞാൻ തയ്യാറാണ്. സോ നിങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഈ ഒരു ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:30 നാട്ടിലെ ടൈമിൽ വീഡിയോ ഉണ്ടായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ ഒരു കുട്ടി ചാനൽ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. നമ്മുടെ ഈ ചാനലിൽ കൂടുതലായിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടും, അതുപോലെ തന്നെ കുക്കിംഗ് വ്ളോഗ്സ് ഇടും. പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് പ്രകാരമുള്ള കുറേ വീഡിയോസ് പിന്നെ ക്രിയേറ്റ് ചെയ്യും. സോ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടാണ് വീഡിയോസ് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലേക്ക് ടപ്പിൽ അടിച്ചു പൊട്ടിക്കുക. അവർ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ ആൻഡ് സൈനിങ് ഓഫ്.